Hi everyone, welcome back to Wisdom Academy classes. So we are moving on to the next class of surface areas and volumes. അപ്പോൾ surface areas and volumes വോളിയംസ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും ആ ക്ലാസ്സസ് അതായത് ഇൻട്രൊഡക്ഷൻ പാർട്ട് തൊട്ടിട്ട് ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്കൂളുകാർക്കും ഫെബ്രുവരി ലാസ്റ്റ് അല്ലെങ്കിൽ മാർച്ച് ഫസ്റ്റ് വീക്കോടുകൂടെ ആനുവൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യണമല്ലേ. ചില സ്കൂളുകാർക്ക് ആനുവൽ എക്സാം ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വരുന്ന അപ്കമിങ് സ്കൂളുകാർക്ക് വരും വീക്കുകൾ ആനുവൽ എക്സാംസ് വരുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. ഓക്കെ, അതേമാതിരി തന്നെ നമ്മളുടെ 9th-ന്റെയും 10th-ന്റെയും 24-25 ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അതിൻ്റെ ക്വയറീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മളെ വിളിക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മൾ 15 സ്റ്റുഡൻസിനെയാണ് ഒരു ബാച്ചിൽ അക്കോമഡേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ മാക്സിമം ഏറ്റവും പെട്ടെന്ന് ആരാണോ ക്വയറി ചെയ്യുന്നത് അവർക്ക് ആദ്യം അഡ്മിഷൻ എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, എത്രയും പെട്ടെന്ന് അഡ്മിഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ബാച്ച് നമ്മൾ കോമൻസ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഒരുപാട് ലേറ്റ് ആക്കുന്നുണ്ടാവില്ല അഡ്മിഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വിളിക്കുക, അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 6th ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. 6th ക്വസ്റ്റ്യൻ ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് 3 സബ് ഡിവിഷൻസ് ഉണ്ട്, അത്യാവശ്യം ലെങ്തി ക്വസ്റ്റ്യനും ആണ്. അപ്പോൾ നല്ല മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 6ാമത്തെ ക്വസ്റ്റ്യൻ. So പറഞ്ഞിട്ടുള്ളത് the volume of a right circular cone is 9856 centimeter cube. That is, the volume is given as 9856 centimeter cube and the diameter is provided as 28 centimeter. Diameter 28 centimeter ആണ് തന്നിട്ടുണ്ട്. You have to find the height, slant height and curved surface area. അപ്പം 3 എണ്ണമാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, സ്ലാൻ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, ആൾസോ CSA കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് ലെങ്തി പ്രോബ്ലം ആണ്, അതുകൊണ്ട് തന്നെ ഒരു 3-4 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യനും ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ഹൈറ്റ് കണ്ടുപിടിക്കാം. ഹൈറ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്, വോളിയം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ വോളിയത്തിൻ്റെ ഇക്വേഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് ഹൈറ്റ്. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. സോ വോളിയം ഇസ് 9856 or 1/3 pi r square h is equal to 9856. പൈ എന്ത് കൊടുക്കുക, 22/7 കൊടുക്കാം ഇൻറ്റു ആർ സ്ക്വയർ. ആർ സ്ക്വയർ ഡയാമീറ്റർ ആണ് 28 തന്നിട്ടുള്ളത്. സോ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, d/2, ദാറ്റ് ഈസ് 28/2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എച്ച് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ ഇറ്റ് ഈസ് 9856. നെക്സ്റ്റ് 1/3 ഇൻറ്റു 22/7 ഇൻറ്റു 28/2 ദ ഹോൾ സ്ക്വയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഇത് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, 28/2 ഇറ്റ് ഇസ് 14. 14ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് 14 ഇൻറ്റു 14 എന്ന് എഴുതാം. ഇൻറ്റു എച്ച് ഇസ് ഈക്വൽ ടു 9856. ഇവിടെ 7ഉം ഈ 14ഉം കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ ആസ് 2 അല്ലെ. ബാക്കിയുള്ളത് എച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, 9856 ഇൻറ്റു 3. ഈ ഒരു ഡിനോമിനേറ്റർ ഇങ്ങോട്ട് എത്തുമ്പോൾ ന്യൂമറേറ്റർ ആവുന്നു. ബാക്കിയുള്ള ന്യൂമറേറ്റർ ഉള്ളത് എന്ത് ചെയ്യുന്നു, ഡിനോമിനേറ്ററിലേക്ക് പോകുന്നു. സോ ദിസ് വിൽ ബി അവർ ആൻസർ. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്തെടുക്കാം. ഇവിടെ 2ല് 9856 പോകുന്നുണ്ടാവും. ഇറ്റ് ഈസ് 4928. വീണ്ടും ഇത് 11ല് പോകുന്നുണ്ടാവും. ഇത് 2ല് ഇറ്റ് വിൽ ബി 2 4 6 4. വീണ്ടും ഇവിടെ 14ഉം 2464 ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും 2ല് കട്ട് ചെയ്ത് കളയാം. ലാസ്റ്റ് യു വിൽ ബി ഗെറ്റിംഗ് അറ്റ് ഫൈനൽ യു വിൽ ബി ഗെറ്റിംഗ് ദ ഹൈറ്റ് ആസ് 48 സെന്റിമീറ്റർ. ഹൈറ്റ് 48 സെന്റിമീറ്റർ ആയിട്ട് കിട്ടുന്നുണ്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം ഇതേമാതിരി തന്നെ ക്യാൻസൽ ചെയ്ത് കളയാം. ചിലവർ എന്ത് ചെയ്യും, 9856 ഇൻറ്റു 3 മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. അതേ ഡിവിഷൻ ഇത്രയും വലിയ വാല്യൂ ഡിവിഷൻ ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ മാക്സിമം ഇങ്ങനത്തെ സിംപ്ലിഫിക്കേഷൻസ് ചെയ്ത് ലാസ്റ്റ് മാത്രം എന്ത് ചെയ്യുക, ഡിവിഷനിലേക്ക് പോയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, ആൻസേഴ്സ് ചെയ്ത് തീരില്ല നമ്മളുടെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്തത്. സോ എച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, 48 സെന്റിമീറ്റർ കിട്ടി. നെക്സ്റ്റ് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്, സ്ലാൻ ഹൈറ്റ് ആണ്. സ്ലാൻ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. L is equal to root of r square plus h square. So
സ്ലാൻ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം ഇവിടെ r കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കാം. r is equal to 28/2, that is equal to 14 centimeter. യൂണിറ്റ് എപ്പോഴും എഴുതണം, മറക്കരുത്. Now L is equal to root of r square plus h square, that is root of 14 square plus 48 square. 14 സ്ക്വയറിന്റെ റൂട്ട് എത്രയാണ്? 14ന്റെ സ്ക്വയർ 196 ആണ്. അതേമാതിരി തന്നെ 48ന്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. 48ന്റെ സ്ക്വയർ ഇറ്റ് ഈസ് 2304. നൗ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. 2304ഉം 196ഉം ആഡ് ചെയ്യാം. ഇറ്റ് ഈസ് 10 10 5 2500. അപ്പോൾ 2500 ആണ് വരുന്നത്. ഇതിന്റെ നമ്മൾ എന്ത് ചെയ്യണം? റൂട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. 25ന്റെ റൂട്ട് 5 ആണ്. ഡബിൾ സീറോ ഉണ്ടെങ്കിൽ റൂട്ട് എന്തായിരിക്കും? ഒരു സിംഗിൾ സീറോ ആണ്. സോ 50 സെന്റിമീറ്റർ ഇസ് ദ സ്ലാൻ ഹൈറ്റ്. അപ്പൊ നമുക്ക് സ്ലാൻ ഹൈറ്റും കിട്ടി. ഇനി നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്? CSA ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് CSA. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് ലെങ്തി ആണെന്നേ ഉള്ളൂ. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ നമുക്ക് തറവാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് CSAന്റെ ഇക്വേഷൻ. CSA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് കർവ്ഡ് സർഫസ് ഏരിയ. ഇറ്റ് ഈസ് ഗിവൺ ബൈ പൈ ഇൻറ്റു r ഇൻറ്റു L, ദാറ്റ് ഈസ് 22/7 ഇൻറ്റു r എത്രയാണ്? 28/2. നിങ്ങൾ ഇവിടെ തന്നെ r കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചോളൂ. അപ്പൊ 28/2 എത്രയാണ്? 14 സെന്റിമീറ്റർ ആണ്. സോ 14 ഇൻറ്റു L നമുക്ക് 50 ആണ് കിട്ടിയിട്ടുള്ളത്. 7ഉം 14ഉം കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 2. 22 ഇൻറ്റു 2 എത്രയാണ്? 44. 44 ഇൻറ്റു 50 ചെയ്യാം. 44 ഇൻറ്റു 5 ചെയ്തിട്ട് പിന്നെ ഒരു 0 നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ദ ആൻസർ വിൽ ബി 2200 സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയക്ക് എപ്പോഴും സ്ക്വയർ ആണ് യൂണിറ്റിൽ വരിക. വോളിയത്തിലാണ് എപ്പോഴും ക്യൂബ് എന്നുള്ള യൂണിറ്റ് വരുള്ളൂ കേട്ടോ. സോ ദിസ് വിൽ ബി അവർ ആൻസർ. അപ്പൊ ഇതാണ് നമ്മളുടെ ആൻസർ വരുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ഇക്വേഷൻസ് തറവാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ദിസ് ഇസ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് എക്സസൈസിലെ 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് ആദ്യം നോക്കി നോക്കാം. A heap of wheat is in the form of a cone whose diameter is 10.5 meter and height is 3 meter. അപ്പൊ നമ്മൾ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം, ഈ ഗോതമ്പൊക്കെ കൊയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? ഒരു വലിയ പിരമിഡ് മാതിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? അപ്പൊ അതേമാതിരി തന്നെ ഒരു കോൺ മാതിരി എന്ത് ചെയ്തേക്കാണ്? ഒരു വീറ്റിന്റെ ഗോതമ്പിന്റെ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞ് അത് എന്ത് ചെയ്തേക്കാണ്? അങ്ങനെ വെച്ചിരിക്കുകയാണ്. കോണിന്റെ ഡയാമീറ്റർ 10.5 ആണ് തന്നിട്ടുണ്ട്. ഹൈറ്റ് 3 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ആൻഡ് യു ഹാവ് ടു ഫൈൻഡ് ദ വോളിയം. വോളിയം കാൽക്കുലേറ്റ് ചെയ്യണം. അതേമാതിരി തന്നെ ഈ ഹീപ്പിനെ എന്ത് ചെയ്യണം? മഴയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യണം അല്ലേ? വൺസ് എടുത്ത് ശേഖരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ മര്യാദയ്ക്ക് സൂക്ഷിക്കണം. അപ്പോഴാണ് നമുക്ക് ഗോഡൗൺസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് വന്നത്. പണ്ടൊക്കെ എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? മുറ്റത്ത് ഇങ്ങനെ ഹീപ്പാക്കി വെക്കുകയാണ്, എന്നിട്ട് അതിന്റെ മുകളിൽ കൂടെ എന്ത് ചെയ്യാണ്? ടാർപോളിൻ വിരിക്കുകയാണ് ചെയ്യുന്നത്. അതേ സെയിം രീതിയിൽ തന്നെയാണ് ഇവിടെ ക്യാൻവാസ് വെച്ചിട്ടാണ് ഇതിനെ മഴയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത്. സോ യു ഹാവ് ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് ക്യാൻവാസ്. അപ്പോൾ ഏരിയ ഓഫ് ക്യാൻവാസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, പുറം ഭാഗമാണ് നമ്മൾ മൂടുന്നത്. ദാറ്റ് ഈസ് യു ഹാവ് ടു ഫൈൻഡ് ദ CSA. അപ്പോൾ നമ്മളുടെ അടുത്ത് ഇൻഡയറക്ട്ലി പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇവിടെ CSA കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വോളിയം നമ്മൾ എന്തായാലും കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് വെച്ചിട്ട് ഡയാമീറ്റർ തന്നിട്ടുണ്ട്. സോ യു ഹാവ് ടു ഫൈൻഡ് റേഡിയസ്, ദാറ്റ് ഇസ് 10.5 ഡിവിഷൻ 2. അപ്പൊ എത്രയാ വരിക? 10/2 5 ആണ്. 5ൽ 2 ടൈംസ് ആ പോവാ. ബാക്കി ഒരു 0 ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് 5.25 മീറ്റർ. 5.25 മീറ്റർ ആണ് 10.5ന്റെ ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. H നമുക്ക് തന്നിട്ടുണ്ട്. സോ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1/3 pi r square h. ദാറ്റ് ഈസ് 1/3 ഇൻറ്റു പൈ എത്രയെങ്കിലും എടുക്കാം? ഇല്ല, 22/7 തന്നെ എടുക്കാം. ഇറ്റ് ഈസ് 22/7 ഇൻറ്റു 5.25 ഇൻറ്റു 5.25 ഇൻറ്റു h എത്രയാണ്? ഇറ്റ് ഈസ് 3. സോ ഈ 3യും ഈ 3യും എന്ത് ചെയ്യാം? അപ്പൊ തന്നെ ക്യാൻസൽ ചെയ്ത് കളയാം. 5.25 ഇൻറ്റു 5.25 ഒക്കെ ചെയ്ത് ഇൻറ്റു 22 ചെയ്ത് അത് ഡിവിഷൻ 7 ചെയ്യുക. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെയാണ്. സമയമെടുത്ത് ചെയ്ത് നോക്കി നോക്കുക. യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ as 86.62 സെന്റിമീറ്റർ ക്യൂബ്. വോളിയം ആണ്, സോ മീറ്റർ ക്യൂബ് ആണ്. 5.25 ഡിവിഷൻ 7 അല്ലെങ്കിൽ 22/7 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡെസിമൽ വാല്യൂ കിട്ടുന്നുണ്ടാവും. അതിനെ ഇൻറ്റു 5.25 ചെയ്ത് ആ വാല്യൂവിന് വീണ്ടും 5.25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയന്റ് എങ്ങനെയാണോ അതേ രീതിക്ക്
ചെയ്താൽ മതി. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ആസ് 86.62 മീറ്റർ ക്യൂബ്. നെക്സ്റ്റ് വോളിയം കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടത്? CSA ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ CSAയുടെ ഇക്വേഷനിൽ നമുക്ക് പൈ ഇൻറ്റു ആർ ഇൻറ്റു എൽ ആണ്. സ്ലാൻ ഹൈറ്റ് നമുക്ക് ഇവിടെ തന്നിട്ടില്ല. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് L is equal to root of r square plus h square എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതുന്നു. r എത്രയാണ്? ഇറ്റ് ഇസ് 5.25 the whole square plus h square. Sorry, h is 3. It is 3 square. Or you will be getting the answer as 27.56 plus 9 എന്നാണ് നമുക്ക് എന്ത് വരിക? ഈ 5.25ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ ആസ് 27.56. 3ന്റെ സ്ക്വയർ എത്രയാണ്? 9 ആണ്. 27 പ്ലസ് 9 ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 36 പോയിന്റ് സംതിങ് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു വാല്യൂ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡെസിമൽ വാല്യൂന്റെ റൂട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലെ. അപ്പോൾ 36ന്റെ റൂട്ട് എത്രയാണ്? 36ന് കറക്റ്റ് റൂട്ട് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, 6 ആണ്. ഇനി അങ്ങനെ കറക്റ്റ് റൂട്ട് വരാത്തതാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഒരു 24 ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 24ന് തൊട്ട് മുന്നേ ഉള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് നോക്കാം. അപ്പൊ എത്രയാണ് വരുന്നുണ്ടാവുക? 4 ആണ് വരുന്നുണ്ടാവുക അല്ലെ. അപ്പൊ 4 പോയിന്റ് സംതിങ് ആയിരിക്കും അതിന്റെ സ്ക്വയർ റൂട്ട് വാല്യൂ വരുന്നുണ്ടാവുക. അങ്ങനെയാണ് നമ്മൾ ഇവിടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. നമുക്ക് എക്സാക്ട് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലും ഇപ്പോൾ ഇവിടെ 36ന് കറക്റ്റ് സ്ക്വയർ റൂട്ട് ഉള്ളത് കാരണം കുഴപ്പമില്ല. അല്ല, ഇനി വേറെ ഏതെങ്കിലും നമ്പർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ട് മുന്നില് കഴിഞ്ഞിട്ടുള്ള അല്ല, തൊട്ട് മുന്നിലുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണോ അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. സോ ഇറ്റ് ഈസ് 6.05. ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? L കിട്ടുന്നത്. ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്, അത്രയും ആക്യുറേറ്റ് ഒന്നല്ല. നമ്മൾ സ്വയമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു ആക്യുറസി കുറവുണ്ടായിരിക്കും. ഇപ്പൊ 36 എന്തായാലും 6 ആണെന്ന് അറിയാലോ, അത് വെച്ചിട്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം. സോ നമുക്ക് L കിട്ടിക്കഴിഞ്ഞു. ഇനി L കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? CSA ആണ് അല്ലെ. CSAന്റെ ഇക്വേഷൻ എഴുതുക. CSA is equal to pi into r into L. അതാണ് ഈ ഏരിയ ഓഫ് ക്യാൻവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏരിയ ഓഫ് ക്യാൻവാസ് ഇസ് ആക്ച്വലി CSA. ഇവിടെ എഴുതി വെക്കാം, ഏരിയ ഓഫ് ക്യാൻവാസ് ദാറ്റ് ഈസ് 22/7 ഇൻറ്റു റേഡിയസ് 5.25 ആണ്. L എത്രയാണ്? 6.05 ആണ്. ഇതും ഇതേമാതിരി തന്നെ യു ഹാവ് ടു മൾട്ടിപ്ലൈ ഓൾ ദ ന്യൂമറേറ്റേഴ്സ് ആൻഡ് ഡിവൈഡ് വിത്ത് 7 വെച്ചിട്ട് എന്ത് ചെയ്യാം? ഹരിക്കാം. ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ആസ് 99.82 മീറ്റർ സ്ക്വയർ. ആദ്യം ന്യൂമറേറ്റേഴ്സ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യാം, അതിനുശേഷം എന്ത് ചെയ്യാം? 7 വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ആസ് 99.82. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് വോളിയം ഓഫ് സ്പിയർ ആൻഡ് ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.